ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സിവിൽ സോൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള PSC 2020 ഓവർസിയർ ഗ്രേഡ് 2 ഓർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 028/2020 ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഡ്രോയിങ് ടു ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഡ്രോയിങ്ങിലെ ലെങ്ത്തിൻ്റെ റേഷ്യോ ടു ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, ആ റേഷ്യോ ആണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. സോ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. ഇത് കഴിഞ്ഞ് KLDC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ. അതായത് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ യൂണിറ്റ് എന്തായിരുന്നു എന്ന ചോദ്യം. നമുക്കറിയാം രണ്ടിന് ലെങ്ത്ത് ബൈ ലെങ്ത്ത് ആണ് അല്ലേ, അപ്പോൾ യൂണിറ്റ്ലെസ് ആയിരിക്കും റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ യൂണിറ്റ് ഇല്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ്, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിയിട്ടുണ്ട്, അത് ക്ഷമിക്കാം. So we can discuss next question. A conic section which have only one directrix is. 4 ഓപ്ഷൻസ് ഉണ്ട്: സർക്കിൾ, ഹൈപ്പർബോള, പാരാബോള ആൻഡ് എലിപ്സ്. ഒരു ഡയറക്ട്രിക്സ് മാത്രമുള്ള ഒരു സെക്ഷൻ, കോണിക് സെക്ഷൻ പാരാബോളയാണ്. നമുക്കറിയാം പാരാബോള ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലായിരിക്കും. സോ 1 ഡയറക്ട്രിക്സ് ഉള്ളൂ. എലിപ്സിനായാലും ഹൈപ്പർബോളയ്ക്കായാലും 2 ഡയറക്ട്രിക്സ് ഉണ്ട്. സർക്കിളിനാണെങ്കിൽ ഡയറക്ട്രിക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, third question: rapid hardening Portland cement having quick rate of gain of strength due to higher content of. 4 ബോക്സ് കോമ്പൗണ്ട്സ് ആണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്: ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, ഡൈ കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈ കാൽഷ്യം അലുമിനേറ്റ്സും ടെട്രാ കാൽഷ്യം അലുമിനേറ്റ്. ഇതിൽ ഓപ്ഷനിൽ വരാം C3S, അതായത് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ് ആൻസർ. അതായത് ഓപ്ഷൻ എ തന്നെ. നമുക്കറിയാം എയർലി സ്ട്രെങ്ത്ത് ഒരു സിമെൻറ്റിന് കൊടുക്കുന്നത് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. സോ റാപ്പിഡ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ അറിയാം പെട്ടെന്ന് ഹാർഡൻ ആവണം, അതായത് ഏർലി സ്ട്രെങ്ത് ഉള്ള കോമ്പൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ കാൽഷ്യം സിലിക്കേറ്റ് ആണ് കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പ്രോപ്പർട്ടി ഓഫ് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഡ്യൂ ടു മോയ്സ്ചർ ഈസ് കോൾഡ്. ഫൈൻ അഗ്രിഗേറ്റിൽ മോയ്സ്ചർ കൊണ്ട് വോളിയം ഇൻക്രീസ് ആവുന്ന പ്രോപ്പർട്ടിയാണ് ബൾക്കിംഗ്, നമുക്കറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗുഡ് ബ്രിക്ക് എർത്ത് ദിസ് കോൺസ്റ്റിറ്റ്യൂവൻ imparts plasticity to the earth, it can be molted. പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന ബ്രിക്കിന് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്ന കോമ്പൗണ്ടാണ് എന്താ, അലുമിനൈറ്റ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മിക്ക PSC എക്സാംസിനും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ബ്രിക്കിലെ കമ്പോണൻസിനെ കുറിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ദ ലിക്വിഡ് സബ്സ്റ്റൻസ് വിച്ച് ഹോൾഡ് ദ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് പെയിൻറ്റ് ഇൻ ലിക്വിഡ് സസ്പെൻഷൻ. ഓപ്ഷൻ എ ബേസ്, ഓപ്ഷൻ ബി ഡ്രയർ, ഓപ്ഷൻ സി വേർക്കിൾസ് ആൻഡ് ഓപ്ഷൻ ഡി കളറിംഗ് പിഗ്മെൻറ്റ്. അപ്പോൾ ഒരു പെയിൻറ്റിൽ അതിലെ ഇൻഗ്രീഡിയൻസിനെ ലിക്വിഡ് സസ്പെൻഷനിലാക്കുന്ന എലമെൻറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വെഹിക്കിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക്, മാർബിൾ ഈസ് നോൺ ആസ് സിലീഷ്യസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്, കാൽക്കാരിയസ് റോക്ക്, ആർജിലീഷ്യസ് റോക്ക്. ഇതിൽ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നാണ് മെറ്റമോർഫിക് റോക്ക്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നതല്ല, നമുക്കറിയാം. അത് അപ്പോൾ ഒഴിവാക്കിയേക്കാം. അല്ലെങ്കിൽ നമുക്ക് മാർബിൾ മെറ്റമോർഫിക് റോക്കാന്ന് പെട്ടെന്ന് എഴുതാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ മാർബിൾ നമുക്കറിയാം എന്താണ് അതിൽ കൂടിയ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കണ്ടൻ്റാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു ടൈപ്പ് റോക്കാണ് കാൽക്കാരിയസ് റോക്ക്. സോ മാർബിൾ ഈസ് കമ്മിങ് അണ്ടർ കാൽക്കാരിയസ് റോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പ്രൊഡക്ഷൻ ഓഫ് എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ലൈംസ്റ്റോൺ ടു റെഡ്നെസ് ഇൻ കോൺടാക്ട് വിത്ത് എയർ ഈസ് ടേംഡ് ആസ്. കാൽസിനേഷൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പോർഷൻ ഫ്രം വിച്ച് ബ്രാഞ്ചസ് ഈസ് റിമൂവ്ഡ് റിസീവ്സ് nourishments ഫ്രം ദി ട്രങ്ക് ആൻഡ് ഡാർക്ക് റിങ്സ് വിച്ച് ആർ നോൺ ആസ്. ആ ഒരു ട്രീയുടെ ബ്രാഞ്ച് മുറിച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ആ ഒരു ഡാർക്ക് റിങ്സ് ടിമ്പറിൽ ഫോം ചെയ്യുന്ന ഡിഫക്റ്റാണ് നോട്ട്. പിന്നെ മെഡുല്ല ആയാലും പിത്തായാലും ഒക്കെ ട്രീയുടെ പാർട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ പോർട്ടബിൾ വാട്ടർ ദ എമൗണ്ട് ഓഫ് ക്ലോറൈഡ് ഷുഡ് നോട്ട് എക്സീഡ്. അത് ഡ്രിങ്കിങ് വാട്ടറിൽ ക്ലോറൈഡിൻ്റെ കണ്ടൻറ്റ് ഏതിൽ കൂടുതലാവാൻ പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നതാണ്. 250 ppm ആണ് ആൻസർ. ppm എന്ന് പറയുന്നത് മില്ലിഗ്രാം പെർ ലിറ്റർ, 250 mg പെർ ലിറ്റർ എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ തിയറട്ടിക്കൽ ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ടു പാസ് ബിറ്റ്വീൻ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് എ സെറ്റിംഗ് ടാങ്ക് ഈസ് നോൺ ആസ്. അതായത് ഒരു ടൈം, അതായത് ഒരു സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഇൻലെറ്റിൽ നിന്ന്
ഔട്ട്ലെറ്റിലോട്ട് എത്താൻ എടുക്കുന്ന ആ ടൈമിനെ പറയുന്നതാണ് നമുക്കറിയാം ഡീറ്റെൻഷൻ ടൈം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാൽവ് ഈസ് ആൻ ഓട്ടോമാറ്റിക് ഡിവൈസ് വിച്ച് അലൗസ് ദ വാട്ടർ ടു ഗോ വൺ ഡയറക്ഷൻ ഓൺലി. ഒരേ ഡയറക്ഷനിൽ മാത്രം വാട്ടറിനെ പാസേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വാൽവിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് വാൽവ്. റിഫ്ലക്സ് വാൽവിൻ്റെ മറ്റ് പേരുകളാണ് ചെക്ക് വാൽവ് അഥവാ യൂണി ഡയറക്ഷണൽ വാൽവ് എന്നൊക്കെ റിഫ്ലക്സ് വാൽവ് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു ഡയറക്ഷനിൽ മാത്രം വാട്ടറിനെ പാസേജ് അനുവദിക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം സോയിൽ ടു ഇൻഡിക്കേറ്റ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം, കിച്ചൺ എക്സെട്ര. ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറിനെ വിളിക്കുന്ന പേരാണ് സൺലൈറ്റ്. നൈറ്റ് സോയിൽ എന്നൊക്കെ സൺലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഇല്ലാത്ത വേസ്റ്റ് വാട്ടർ ആയിരിക്കും. ബാത്റൂമിൽ കിച്ചൺ മാത്രമേ ഉള്ളൂ. നൈറ്റ് സോയിലാണെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ് കണ്ടൻറ്റ് കൂടി ഉണ്ടാവും. റോ സീവേജ് എന്ന് പറയുന്നത് സെപ്റ്റിക് ആവാത്ത ഫ്രഷ് ആയിട്ടുള്ള സീവേജ് ആണ്. സെപ്റ്റിക് സീവേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴകിയ സീവേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ടു പ്രൊവൈഡ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഹൈ ലെവൽ ബ്രാഞ്ച് സീവർ ടു ദി ലോ ലെവൽ മെയിൻ സീവർ വിത്ത് മിനിമം എമൗണ്ട് ഓഫ് ഡിസ്റ്റർബൻസ്. ഇത് ഹൈ ലെവൽ സീവറിനെ ലോ ലെവൽ സീവറായിട്ട് കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സീവർ അപ്പർട്ടൻസ് എന്ന് പറയുന്നത് ഡ്രോപ്പ് മാൻഹോളാണ്. ഡ്രോപ്പ് മാൻഹോൾ ആൻസർ. മാൻഹോൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മുടെ സീവറിൻ്റെ മെയിൻ്റനൻസിനും അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ആൻസർ ഡ്രോപ്പ് മാൻഹോളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16th ക്വസ്റ്റ്യൻ ആണ്. എമൗണ്ട് ഓഫ് ഓക്സിജൻ required to carrying out the biological decomposition of dissolved solids in sewage under aerobic condition at standard condition. നമുക്കറിയാം ഡെഫിനേഷൻ ഇതിൻ്റെ BOD ഡെഫിനേഷനാണ് അല്ലെ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. അതായത് വാട്ടറിലുള്ള വേസ്റ്റിനെ, ഡിസോൾഡ് വേസ്റ്റിനെ ബയോളജിക്കലി ഡീകമ്പോസ് ചെയ്യാൻ അണ്ടർ എയറോബിക് കണ്ടീഷനിൽ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ട ഓക്സിജൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് BOD ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം യൂസ് ടു ഇൻഡിക്കേറ്റ് ദ സ്ലഡ്ജ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സെറ്റിലിംഗ് സ്വീവേജ് ഇൻ പ്രസൻസ് ഓഫ് അബൻഡൻറ്റ് ഓക്സിജൻ. അതിൻ്റെ ആൻസർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ്. അത് ധാരാളം ഓക്സിജനിൽ സെറ്റിൽ ചെയ്ത സ്വീവേജ് നമ്മൾ വിളിക്കുന്ന സ്വീവേജ് അതിന് ശേഷം ഉണ്ടാകുന്ന സ്ലഡ്ജ് അതിന് വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. പിന്നെ ഓപ്ഷൻ എയറേഷനാണ്. എയറേഷൻ 2 പ്രോസസ്സുകളാണ്, ഡിഫ്യൂസേഴ്സും മെക്കാനിക്കൽ എയറേഷൻസും കൊടുത്തിരിക്കുന്നത്. 18th ക്വസ്റ്റ്യൻ, ദി ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് വേസ്റ്റ് വിച്ച് ഫ്ലോസ് ഇൻ സീവർ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് റെയിൻഫോൾ ഈസ് നോൺ എസ്. റെയിൻഫോളിൽ സീവറിലേക്കൂടെ ഒഴുകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പറയുന്നതാണ് സ്റ്റോം സീവേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മിനിമം എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ റിക്വയർഡ് ഫോർ സർവൈവൽ ഓഫ് അക്വാറ്റിക് ആനിമൽസ്. ഡിസോൾഡ് ഓക്സിജൻ നമുക്കറിയാം വെള്ളത്തിൽ മിനിമം ഓക്സിജൻ വേണ്ടത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അക്വാറ്റിക് ആനിമൽസിന് ഓക്സിജൻ ഉണ്ടായാലാണല്ലോ അവിടെ ലിവിങ് പോസിബിൾ ആവുള്ളൂ. സോ മിനിമം എത്രത്തോളം കണ്ടൻറ്റ് വാട്ടറിൽ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ 4 mg/L ആണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് കാണാപ്പാടം പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് സർവേസ് ചെയിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതും കോമൺലി കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 66 feet ആണ് സർവേസ് ചെയിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഗണ്ടേഴ്സ് ചെയിൻ എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഹാഫ് ഗണ്ടേഴ്സ് ചെയിൻ അല്ലെ റവന്യൂ ചെയിൻ എന്ന് പറയുന്നത് 33 feet ആണ് ഇതിൻ്റെ ഹാഫ്. പിന്നെ 16 ലിങ്ക്സും. ഈ സർവേസ് ചെയിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് 100 links ആണ്. പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് എഞ്ചിനീയേഴ്സ് ചെയിൻ 100 feet 100 links ആണ്. സിമ്പിളായിട്ട് ആലോചിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറിഡിയൻ ത്രൂ എ പോയിന്റ് ഈസ് ദി ലൈൻ ഇൻ വിച്ച് ദ പ്ലെയിൻ പാസിംഗ് ദാറ്റ് പോയിന്റ് ആൻഡ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഇൻ്റർസെക്ഷൻ വിത്ത് ദ സർഫസ് ഓഫ് എർത്ത്. വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എർത്തിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും തമ്മിൽ കണക്ട് ചെയ്യുന്നതും, നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് വെറുതെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് ആയിരിക്കും. ആ നോർത്ത് സൗത്തിൽ കൂടെ പോകുന്ന മെറിഡിയൻ നമുക്കറിയാം ട്രൂ മെറിഡിയൻ ആണ്. മാഗ്നറ്റിക് നോർത്ത് മാഗ്നറ്റിക് സൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മാഗ്നറ്റിക് മെറിഡിയൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25th ക്വസ്റ്റ്യൻ. അതിന് മുന്നേ നമ്മൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. 22nd ക്വസ്റ്റ്യൻ ആണത്. കൺവേർട്ട് ദി ആംഗിൾ 327 ഡിഗ്രി 24 മിനിറ്റ് 0 സെക്കൻഡ് ആ ക്വാഡ്രൻ്റൽ ബെയറിങ്ങിലേക്ക് ആക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഹോൾ സർക്കിൾ ബെയറിംഗ് ആണ്. ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് വെച്ചാൽ 0 to 360 ഡിഗ്രി വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. ക്വാഡ്രൻ്റൽ ബെയറിംഗ് എന്ന് പറയുന്നത് 0 to 180 ഡിഗ്രീൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്.
നമ്മളപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 327 ഡിഗ്രിയാണ്. 327 എന്ന് പറയുന്നത് ഈ ഒരു ക്വാഡ്രൻറ്റിൽ വരും. ഈ ഒരു നോർത്തിൽ നിന്ന് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ 327 എന്ന് പറഞ്ഞാൽ ഇത്ര ആംഗിൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ക്വാഡ്രൻ്റൽ പെയറിങ്. ക്വാഡ്രൻ്റൽ പെയറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതായിരിക്കും ക്വാഡ്രൻ്റൽ പെയറിങ്. അപ്പോൾ ഈ 360 ഈ തന്നിരിക്കുന്ന ആംഗിളായ 327 ഡിഗ്രി എത്ര സെക്കൻഡ്? 36 മിനിറ്റ് 0 സെക്കൻഡ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടും എന്തായാലും നോർത്തിൽ നിന്നാണ് ഇനിയുള്ള മെഷർമെൻറ്റ്. നോർത്ത് ടു വെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോർത്ത് ടു വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആയിരിക്കില്ല എന്തായാലും. സോ ഇത് 360 327 കുറച്ചാൽ നമുക്ക് കിട്ടുക 32 ഡിഗ്രി 36 മിനിറ്റ് എന്നുള്ള ആൻസറാണ്. അപ്പോൾ നോർത്ത് 32 ഡിഗ്രി 36 മിനിറ്റാണ് ആൻസർ. Next question. The process of determining the plotted position of the station occupied by the plane table by means of site taken towards known point, location of which have been plotted. അതായത് ഒരു നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ വരുന്നതാണ് ആ പ്ലോട്ടഡ് പൊസിഷൻ, അതായത് സ്റ്റേഷൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റേഡിയേഷൻ എന്നുള്ളത്. റേഡിയേഷനിൽ നമ്മൾ 2 പോയിൻറ്റ് പ്രോബ്ലം 3 പോയിൻറ്റ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It is a method of direct leveling, the object of which is solely to determine the difference in 2 points regardless of the horizontal position of the point with respect to each other. ഇതെന്ന് പറയുന്നത് ഫ്ലൈ ലെവലിങ്ങിൻ്റെ അതേ ഡെഫിനേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫ്ലൈ ലെവലിംഗ് എന്താണെന്നുള്ളതാണ് ആ ഡെഫിനേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 25th question. Contour line of different elevation can intersect only in case of. കോണ്ടർ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓവർ ഹാങ്ങിങ് ക്ലിഫിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അത് കോയിൻസൈഡ് ചെയ്യുന്ന മറ്റൊരു കേസാണ് വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറയുന്നത്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഓവർ ഹാങ്ങിങ് ക്ലിഫിൽ മാത്രമാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കോയിൻസൈഡ് ചെയ്യുന്നത് വെർട്ടിക്കൽ ക്ലിഫിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 26th question. It is the line passing through the intersection of horizontal and vertical cross hair and optical center of the object class and its continuation. ഇത് നമുക്കറിയാം ലൈൻ ഓഫ് കോളിമേഷൻ്റെ ഡെഫിനേഷനാണ്. അതായത് ലൈൻ പാസിങ് ത്രൂ, അതായത് നമ്മുടെ ക്രോസ് ഹെയറിൻ്റെ സെൻറ്ററിൽ കൂടെ ഒപ്റ്റിക്കൽ സെൻറ്ററിലേക്ക് കൂടെ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെയും പാസ് ചെയ്യുന്നതും ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An angle is measured 2 or more times by allowing the vernier to remain clamped each time at the end each measurement instead of setting it back at 0 then sighting at the previous station. അതായത് വേറെ ഒന്നുമില്ല, ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേഷൻ തമ്മിലുള്ള ആംഗിൾ ആദ്യം ഇങ്ങോട്ട് മെഷർ ചെയ്തു, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്തു, അത് വീണ്ടും ഇങ്ങോട്ട് മെഷർ ചെയ്തു, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മെഷർ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 2 or more times എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റേഷൻ മെത്തേഡാണ് അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൻ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ. ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെയും ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്ററിൻ്റെയും കോമ്പിനേഷനാണ് ടോട്ടൽ സ്റ്റേഷൻ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ജിയോഡിമീറ്റർ, ഡിസ്റ്റോമാറ്റ്, ടെല്ലുറോമീറ്റർ ഒക്കെ EDM ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 32nd question. Which method is used to balance in the traverse when angular and linear measurement are equally precise? അതായത് ട്രാവേഴ്സിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ആംഗുലർ ലീനിയർ മെഷർമെൻറ്റ് രണ്ടിനും ഈക്വൽ പ്രിസൈസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന മെത്തേഡാണ് ബോഡിച്ച് റൂൾ. ഓക്കെ, ബോഡിച്ച് റൂളാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോയിൻറ്റ് വേർ അലൈൻമെൻറ്റ് ചേഞ്ചസ് ഫ്രം കർവ് ടു സ്ട്രൈറ്റ് ലൈൻ. അത് കർവിൽ നിന്ന് സ്ട്രൈറ്റ് ലൈൻ ആകുന്ന ആ ഒരു പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് ടാൻജൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്റ്റ് ഓർ ആൻ ഏരിയ വിത്തൗട്ട് ബീയിങ് ദ ഡയറക്റ്റ് കോണ്ടാക്ട്. അത് കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു ഏരിയയിലെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ്സാണ് റിമോട്ട് സെൻസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദി ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. അതായത് ഒരു 100 സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5 അതിൽ 95 സാമ്പിളിൽ കൂടുതൽ ഫെയിലാവാൻ പാടില്ല. ആ ഒരു സ്ട്രെങ്ത് വാല്യൂവിനെ പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36th question ആണ്. In limit state of flexure, the maximum strain in concrete at the outermost compression fiber in bending is taken as. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.0035 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Seventh question, the maximum spacing of shear reinforcement measured along the axis of the member should not exceed. അതായത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് സ്പേസിങ് അലോങ് ദി ആക്സിസ് ഓഫ് ദി മെമ്പർ ഷുഡ് നോട്ട് എക്സീഡ് ആണ് ചോദിച്ചത്. എത്രയിൽ കൂടാൻ പാടില്ല. ഇതിൽ റൈറ്റ് ഓപ്ഷൻ കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ല. 300 mm ആണ് കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രെങ്ത് ഓഫ് എ കംപ്രഷൻ മെമ്പർ with helical reinforcement, the strength of similar member with lateral ties is. The right answer 1.05 times ആണ്. 39th question, the member subjected to torsion shall be designed for fictitious shear which is function of actual shear and torsion. അതായത് നമ്മൾ ടോർഷൻ സബ്ജക്റ്റഡ് ആയിട്ടുള്ള മെമ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ ഷിയറും ടോർഷനും ഒരുമിച്ച് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇക്വലൻറ്റ് ഷിയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുക. സോ ഹിയർ ദി ആൻസർ വിൽ ബി ഇക്വലൻറ്റ് ഷിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം സൈസ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഇൻ കോളം ഷാൽ ബി. കോളത്തിലെ മിനിമം സൈസ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർ നമുക്കറിയാം 12 mm ആണ് മിനിമം സൈസ് എന്ന് പറയുന്നത്. ബീമിലാണെങ്കിലും സെയിം 12 mm തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ RCC റീറ്റൈനിങ് വാൾ എക്സ്ട്രാ ബാർസ് പ്രൊവൈഡഡ് ടു സാറ്റിസ്ഫൈ ദി ബെയറിംഗ് പ്രഷർ ആർ നോൺ എസ്. എക്സ്ട്രാ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബെയറിംഗ് പ്രഷറിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് RCC റീറ്റൈനിങ് വാളിൽ കൊടുക്കുന്നതാണ്. ആ റീറ്റൈനിങ് വാൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ബാർസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഡബിൾ ബാർസ്. ദ മിനിമം എലോങ്ങേഷൻ പെർസെൻറ്റേജ് ഓൺ സ്റ്റാൻഡേർഡ് ഗേജ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഈസ്. മൈൽഡ് സ്റ്റീലിൻ്റെ മിനിമം എലോങ്ങേഷൻ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 23% ആണ്. അത് ടൈപ്പ് ഓഫ് സ്റ്റീലിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. മെയിൻലി പഠിക്കേണ്ടത് മൈൽഡ് സ്റ്റീലിൻ്റെ തന്നെയാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക, 23%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെമ്പർ ഇഫ് എ ട്രസ് വിച്ച് ഈസ് അണ്ടർ കംപ്രസീവ് ഫോഴ്സ് ഈസ് നോൺ എസ്. ട്രസ്സിൻ്റെ മെമ്പർ കംപ്രസീവ് ഫോഴ്സ് ക്യാരി ചെയ്യുന്ന മെമ്പറാണ് എന്ത് സ്ട്രക്റ്റ്. ടൈ ആയാലും കോളർ ആയാലും ബീം ആയാലും ഒക്കെ ടെൻസൈൽ ഫോഴ്സാണ് അവിടെ ക്യാരി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 44th ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ബോൾട്ട് ഹോൾ ടു ദി നിയറസ്റ്റ് എഡ്ജ് ഈസ് നോൺ എസ്. അതായത് ഇങ്ങനെ ബോൾട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നിയറസ്റ്റ് എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 45th ക്വസ്റ്റ്യൻ, മിനിമം പിച്ച് ഓഫ് ബോൾട്ട് ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ബോൾട്ടിൻ്റെ പിച്ച് എത്രയിൽ കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. 2.5 times ദി ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ആയിരിക്കണം. അതായത് പിച്ച് 2.5 ഡിയിൽ താഴെയാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീസ്റ്റ് വാല്യൂ ഓഫ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ബെയറിംഗ്. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ഷിയർ ഈസ് നോൺ എസ്. അതായത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഇൻ ബെയറിംഗ് ഡിസൈൻ ഷിയറിലും ഉള്ള ലീസ്റ്റ് വാല്യൂവിന് പറയുന്നതാണ് ബോൾട്ട് വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 47th one, the member of a roof truss subjected to transverse load and rest on rafters are known as. അതാണ് പേളിൻസ്. റൂഫ് ട്രാൻസ്വേഴ്സ് ലോഡിന് സബ്ജക്റ്റഡ് ആയിരിക്കുന്നതും റാഫ്റ്ററിൽ മുകളിൽ ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് പേളിൻ. 48th question, to minimize the wind force on roof, the slope of roof in degrees should not exceed. വിൻഡ് ഫോഴ്സിനെ മിനിമൈസ് ചെയ്യാനായിട്ട് റൂഫിൻ്റെ സ്ലോപ്പ് എത്രയിൽ കൂടാൻ പാടില്ല? 30 ഡിഗ്രീനൊക്കെ കൂടാൻ പാടില്ല. So option A 30 will be the right answer. Next question, the ratio of lateral strain to axial strain to is a constant for a homogeneous material is. അതായത് ലാറ്ററൽ സ്ട്രെയിൻ്റെയും ആക്സിയൽ സ്ട്രെയിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം പോയിസൺസ് റേഷ്യോ ആണ്. 50th question, the maximum energy stored at elastic limit of a material is known as. അതായത് ഒരു എലാസ്റ്റിക് മെറ്റീരിയലിൽ മാക്സിമം എനർജി സ്റ്റോർ ചെയ്യുന്ന മാക്സിമം എനർജിയാണ് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, പ്രൂഫ് റെസിലിയൻസ്. സോ ഇനി റിമൈനിങ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉടനടി തന്നെ അത് അപ്ലോഡ് ചെയ്യും. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ ഞെക്കുക, നോട്ടിഫിക്കേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാക്കി പാർട്ടിൻ്റെ നമുക്ക് വീഡിയോസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.